ഇന്ന് രാത്രിയിൽ ഒരു സ്പെഷ്യൽ ഡിന്നർ ആയിരുന്നു. ആ ഡിന്നർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു സവാളയും ഒരു ക്യാപ്സിക്കും ഒരു ക്യാരറ്റും ഒരു പയറും എടുത്തിരുന്നു. പയറുണ്ടായിരുന്നത് കൊണ്ട് അങ്ങ് എടുത്തതാണേ. ക്യാപ്സിക്കും ഇവിടെ എന്തിനോ ആവശ്യത്തിന് മേടിച്ചതിൻ്റെ ബാലൻസ് ഒരെണ്ണം ഇരുന്നതാണ്. അതങ്ങ് ചുക്ലിച്ച് ശോഷിച്ച് പോകുന്നതിന് മുമ്പ് ഞാൻ അതിനെ എടുത്ത് കട്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാം ഈ ഒരു പരുവത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ആട്ട നൂഡിൽസ് ഒരെണ്ണം കിട്ടിയിരുന്നു. അത് ഫ്രൂട്ടോമാറ്റ്സിൻ്റെ ആയിരുന്നേ. അപ്പം ഇതൊന്നും ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ ഈ പച്ചക്കറിയെല്ലാം കൂടെ അരിഞ്ഞെടുത്തത്. ആട്ട നൂഡിൽസ് ആയതുകൊണ്ട് ഇതിന് ഇച്ചിരി വേവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് വെള്ളം വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ പൊട്ടിച്ച നൂഡിൽസും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പം ഇതിനൊരു ചെറിയ ഉപ്പ് രസമുള്ളത് കൊണ്ട് നമ്മൾ വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് തന്നെ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്ത് ഒന്നും ചെയ്തില്ല, ഇളക്കാനോ ഒന്നും പോയില്ല. ചുമ്മാ അങ്ങ് അടച്ചു വെക്കുകയാണ് ചെയ്തത്. അപ്പം ഈ വെള്ളവും വറ്റുന്നതിനനുസരിച്ച് ഈ നൂഡിൽസും വെജിറ്റബിൾസും നല്ലപോലെ ഒന്ന് വെന്ത് വന്നോളും. അപ്പം ആ ഒരു അത്രയും ടൈം മാത്രം ഒന്ന് അടച്ചു വെച്ചാൽ മതിയേ. അങ്ങനെ ഞാൻ തീയെല്ലാം കൂട്ടി വെച്ചിട്ട് പിന്നെ അതൊന്ന് തിളച്ച് വന്നപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലപോലെ അടച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും നൂഡിൽസും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. പക്ഷെ വെള്ളം മാത്രം വറ്റിയിട്ടില്ലായിരുന്നു. അതൊന്ന് പൂർണ്ണമായി വറ്റുന്നതിന് മുമ്പ് നമുക്കിതിനകത്തേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. മസാല നമ്മൾ ഒരുപാടൊന്നും തന്നെ ചേർക്കേണ്ടതില്ല. ഫ്രൂട്ടോമാൻസിൻ്റെ തന്നെ ചാട്ട് മസാല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സ്പൂണാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിനൊരു കളർ വേണ്ടി ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പം ഒരു സ്പൂൺ മസാലപ്പൊടിയും ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ വെള്ളം വറ്റുന്നതിന് മുമ്പ് ഒന്ന് ഇളക്കിയെടുത്തപ്പോൾ നമുക്ക് നല്ലൊരു നൂഡിൽസ് കിട്ടിയേ. അപ്പം ഇതിൻ്റെ വെജിറ്റബിൾസും നൂഡിൽസും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം ഇട്ട് ഇളക്കി മിക്സാക്കി എടുത്തപ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിൽ അടിപൊളി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നൂഡിൽസ് രാത്രിയിൽ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അധികം മസാലയൊന്നും വരാത്തത് കൊണ്ടും ഇത് ആട്ടയായതുകൊണ്ടും ഇത് ഹെൽത്തിയാണ്. അപ്പം അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി സോസ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർ ഡിന്നർ ആയി. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ണിക്കുട്ടനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളെപ്പോഴും ചോറ് തന്നെയാണ് കഴിച്ചത്. നമുക്ക് ചോറ് വിട്ട ഒരു പരിപാടിയില്ല. ഓക്കെ.